നമസ്കാരം പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഇന്നത്തെ അനുഗ്രഹ ദിനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഫെബ്രുവരി 18, 2026, സമയം രാവിലെ 5:15. എത്ര പേർ ഇപ്പോൾ അടഞ്ഞ വാതിലുകളുടെ മുന്നിൽ നിൽക്കുകയാണ്? എത്ര പേർ ഒരു വാതിൽ തുറക്കപ്പെടാൻ വർഷങ്ങളായി കാത്തിരിക്കുകയാണ്? ജോലിയുടെ വാതിൽ, ബിസിനസ്സിൻ്റെ വാതിൽ, വിവാഹത്തിൻ്റെ വാതിൽ, സൗഖ്യത്തിൻ്റെ വാതിൽ, ശുശ്രൂഷയുടെ വാതിൽ. ഇന്ന് ദൈവം നിങ്ങളോട് പറയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു തുറന്ന വാതിൽ വച്ചിരിക്കുന്നു, അതാർക്കും അടയ്ക്കാൻ കഴിയുകയില്ല. വെളിപാട് 3:8. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു തുറന്ന വാതിൽ വച്ചിരിക്കുന്നു, അതാർക്കും അടയ്ക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾ കാത്തിരിക്കുന്ന ആ വാതിൽ ദൈവം ഇന്ന് തുറക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കൈകൾ ഉയർത്തി എന്നോടൊപ്പം പ്രാർത്ഥിക്കൂ. വാതിലുകൾ തുറക്കുന്ന ദൈവമേ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. അടഞ്ഞ വാതിലുകളുടെ മുന്നിൽ നിൽക്കുന്നവരായി, എന്നാൽ പ്രതീക്ഷയോടെ. ഞങ്ങൾക്കൊരുപാട് അടഞ്ഞ വാതിലുകളുണ്ട്. ജോലിയുടെ വാതിൽ അടഞ്ഞിരിക്കുന്നു, ബിസിനസ്സിൻ്റെ വാതിൽ അടഞ്ഞിരിക്കുന്നു, വിവാഹത്തിൻ്റെ വാതിൽ അടഞ്ഞിരിക്കുന്നു, സൗഖ്യത്തിൻ്റെ വാതിൽ അടഞ്ഞിരിക്കുന്നു, ശുശ്രൂഷയുടെ വാതിൽ അടഞ്ഞിരിക്കുന്നു. എന്നാൽ ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങ് വാതിലുകൾ തുറക്കുന്ന ദൈവമാണ്. ഞങ്ങളുടെ മുന്നിൽ അടഞ്ഞ എല്ലാ വാതിലുകളും തുറക്കണമേ. ഞങ്ങൾക്കായി പുതിയ വഴികളുണ്ടാക്കണമേ. ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത അവസരങ്ങൾ തുറന്നു തരണമേ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തർക്കും അങ്ങ് തുറന്ന വാതിലുകൾ നൽകണമേ. യേശുക്രിസ്തുവിൻ്റെ ശക്തമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവം വാതിലുകൾ തുറക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അടഞ്ഞ വാതിലുകൾ നേരിടുന്നത് വളരെ വേദനാജനകമാണ്. നിങ്ങൾ ശ്രമിക്കുന്നു, എന്നാൽ വാതിൽ തുറക്കുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ ഒരു ജോലിക്കായി 100 അപേക്ഷകൾ അയച്ചു, ഒരു മറുപടിയുമില്ല. ഒരു ബിസിനസ് ആരംഭിക്കാൻ ശ്രമിച്ചു, ബാങ്ക് ലോൺ നിരസിക്കപ്പെട്ടു. ഒരു ബന്ധത്തിനായി പ്രതീക്ഷിച്ചു, ആ വ്യക്തി ജീവിതത്തിൽ നിന്ന് പോയി. ഒരു സ്വപ്നം പിന്തുടർന്നു, ആ സ്വപ്നം ഒരിക്കലും യാഥാർത്ഥ്യമായില്ല. എന്നാൽ ദൈവം ഇന്ന് പറയുന്നു, ഞാൻ തുറക്കുന്നത് ആർക്കും അടയ്ക്കാൻ കഴിയില്ല, ഞാൻ അടയ്ക്കുന്നത് ആർക്കും തുറക്കാൻ കഴിയില്ല. ദൈവം ഏത് വാതിലുകൾ തുറക്കുന്നു? ജോലിയുടെ വാതിൽ. വർഷങ്ങളായി ജോലിക്കായി കാത്തിരിക്കുകയാണോ? ഡിഗ്രിയുണ്ട്, പരിചയമുണ്ട്, കഴിവുണ്ട്, എന്നിട്ടും ജോലി ലഭിക്കുന്നില്ല. ഇന്ന് ദൈവം പറയുന്നു, ഞാൻ നിനക്കായി ശരിയായ ജോലിയുടെ വാതിൽ തുറക്കുന്നു. നിന്നെ ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഞാൻ നിന്നെ നടത്തും. ബിസിനസ്സിൻ്റെ വാതിൽ. ഒരു ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുകയാണോ? നിക്ഷേപകരില്ല, ലോൺ ലഭിക്കുന്നില്ല, ഉപഭോക്താക്കളില്ല. ഇന്ന് ദൈവം പറയുന്നു, ഞാൻ നിനക്കായി ശരിയായ ബന്ധങ്ങൾ, ശരിയായ നിക്ഷേപകർ, ശരിയായ ഉപഭോക്താക്കൾ കൊണ്ടുവരും. വിവാഹത്തിൻ്റെ വാതിൽ. ശരിയായ ജീവിത പങ്കാളിക്കായി കാത്തിരിക്കുകയാണോ? പ്രായമാകുന്നു, കുടുംബം സമ്മർദ്ദം ചെലുത്തുന്നു, ഒറ്റപ്പെട്ടതായി തോന്നുന്നു. ഇന്ന് ദൈവം പറയുന്നു, ഞാൻ ശരിയായ സമയത്ത് ശരിയായ ആളെ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരും. സൗഖ്യത്തിൻ്റെ വാതിൽ. വർഷങ്ങളായി രോഗമനുഭവിക്കുകയാണോ? ഡോക്ടർമാർ പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞോ? ചികിത്സ ഫലം കാണുന്നില്ലേ? ഇന്ന് ദൈവം പറയുന്നു, ഞാൻ നിന്റെ സൗഖ്യത്തിൻ്റെ വാതിൽ തുറക്കുന്നു. ഞാൻ യഹോവ റഫ, സൗഖ്യമാക്കുന്ന ദൈവം. ശുശ്രൂഷയുടെ വാതിൽ. ദൈവത്തിനായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണോ? ഒരു ശുശ്രൂഷ ആരംഭിക്കാൻ ദൈവം ഹൃദയത്തിലിട്ടിട്ടുണ്ടോ? എന്നാൽ എങ്ങനെ, എവിടെ, എപ്പോൾ എന്നറിയില്ല. ഇന്ന് ദൈവം പറയുന്നു, ഞാൻ ശരിയായ സമയത്ത് ശരിയായ വഴി കാണിക്കും. കുടുംബ പുനഃസ്ഥാപനത്തിൻ്റെ വാതിൽ. കുടുംബ ബന്ധങ്ങൾ തകർന്നു കിടക്കുകയാണോ? ഭർത്താവ്, ഭാര്യ അകന്നിരിക്കുകയാണോ? കുട്ടികൾ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുകയാണോ? ഒരു ബന്ധം ഉണക്കാൻ കഴിയാതിരിക്കുകയാണോ? ഇന്ന് ദൈവം പറയുന്നു, ഞാൻ ഉണക്കലിൻ്റെ വാതിൽ, പുനഃസ്ഥാപനത്തിൻ്റെ വാതിൽ, ക്ഷമയുടെ വാതിൽ തുറക്കുന്നു. ദൈവം വാതിൽ തുറക്കുന്ന ദൈവം. ബൈബിൾ ഉദാഹരണങ്ങൾ. ഹനന്യ, മിശാവേൽ, അസരിയ. അഗ്നി അടഞ്ഞ ഒരിടമായി തീർന്നില്ല. ദാനിയേൽ 3. ബാബിലോൺ ചൂള. ചൂള 7 ഇരട്ടി ചൂടാക്കി. ദൈവം ഒരു 4-ാമൻ അവർക്കൊപ്പം ചൂളയിൽ കടന്നു. തീ ഒരു മുടിനാരിയിഴ പോലും കരിക്കാതെ അവർ പുറത്തുവന്നു. ദൈവം ചൂളയിൽ ഒരു വഴിയുണ്ടാക്കി. ദൈവം ജലത്തിൽ വഴിയുണ്ടാക്കുന്നു. യെശയ്യാവ് 43:16. കടലിൽ വഴിയും ശക്തമായ വെള്ളത്തിൽ പാതയുമുണ്ടാക്കുന്ന കർത്താവ്.
ദൈവം ചെങ്കടലിൽ ഒരു വഴിയുണ്ടാക്കി. ഒരു ദേശം ഒരു ഭൂഖണ്ഡം കടന്നു. ദൈവം നിങ്ങൾക്കായും ഒരു വഴിയുണ്ടാക്കും, അസാധ്യമായ ഒരിടത്ത്. ലൂദ്യ, പൗലോസ് ഒരു വ്യാപാരവാതിൽ. പ്രവൃത്തി 16:14. ലൂദ്യ എന്ന പേർക്കാരൻ കേൾക്കുമ്പോൾ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ദൈവം ഹൃദയങ്ങൾ തുറക്കുന്നു. ദൈവം ഉചിതമായ ബന്ധങ്ങൾ കൊണ്ടുവരുന്നു. പൗലോസ് ജയിൽവാതിൽ തുറന്നു. പ്രവൃത്തി 16:26. പെട്ടെന്ന് വലിയ ഭൂകമ്പമുണ്ടായി. തടവുകാരുടെ ചങ്ങലകളെല്ലാം അഴിഞ്ഞുപോയി. ഒരത്ഭുതകരമായ ഭൂകമ്പം. ജയിൽവാതിലുകൾ തുറന്നു. ചങ്ങലകൾ അഴിഞ്ഞു വീണു. ദൈവം നിങ്ങളെ ബന്ധിക്കുന്ന ചങ്ങലകൾ അഴിക്കുന്നു. ദൈവം നിങ്ങളെ തടവിൽ വയ്ക്കുന്ന വാതിലുകൾ തുറക്കുന്നു. വാതിൽ തുറക്കപ്പെടുന്നതിൻ്റെ 3 കാരണങ്ങൾ. ദൈവത്തിൻ്റെ നിർദ്ദിഷ്ട സമയം. സഭാപ്രസംഗി 3:11. അവൻ സകലവും അതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തിരിക്കുന്നു. ഒരു വാതിൽ ഇതുവരെ തുറക്കപ്പെടാത്തത് ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചതുകൊണ്ടല്ല, ദൈവത്തിൻ്റെ സമയമാകാത്തതുകൊണ്ടാണ്. നിങ്ങളെ തയ്യാറാക്കുന്ന പ്രക്രിയ. യോസേപ്പ് 13 വർഷം കഴിഞ്ഞ് ഒരു വാതിൽ തുറന്നു. ആ 13 വർഷം അവനെ ഈജിപ്തിൻ്റെ ഭരണാധികാരിയാക്കാൻ തയ്യാറാക്കി. ദൈവം ആദ്യം നിങ്ങളെ തയ്യാറാക്കുന്നു, പിന്നെ വാതിൽ തുറക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വത്തിനായി. യോഹന്നാൻ 11:40. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ദൈവം വാതിൽ തുറക്കുന്നത് അവൻ്റെ മഹത്വം കാണിക്കാനാണ്. ആളുകൾ കാണട്ടെ, ദൈവം ചെയ്തതാണിത്. അങ്ങ് തുറന്ന വാതിലുകൾ നൽകണമേ. യേശുക്രിസ്തുവിൻ്റെ ശക്തമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. വാതിൽ തുറക്കാൻ നിങ്ങൾ എന്തു ചെയ്യണം? മുട്ടുക, അന്വേഷിക്കുക, ചോദിക്കുക. മത്തായി 7:7-8. ചോദിപ്പിൻ, നിങ്ങൾക്ക് കിട്ടും. അന്വേഷിപ്പിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറക്കും. ചോദിക്കുന്നവന് ഒക്കെയും കിട്ടുന്നു. അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു. മുട്ടുന്നവന് തുറക്കും. ദൈവം ആദ്യം ചോദിക്കണം, ആദ്യം അന്വേഷിക്കണം, ആദ്യം മുട്ടണം. നിഷ്ക്രിയമായിരിക്കരുത്. ആക്റ്റീവായ വിശ്വാസം ആവശ്യമാണ്. ദൈവത്തിൽ ആദ്യം ആശ്രയം. മത്തായി 6:33. ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിപ്പിൻ, അതോടൊപ്പം ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. ദൈവം ആദ്യം. ബിസിനസ്, ജോലി, വിവാഹം ഒക്കെ രണ്ടാമത്. ദൈവത്തിൽ ആദ്യം ആശ്രയിച്ചാൽ ബാക്കിയൊക്കെ ദൈവം കൂട്ടിച്ചേർക്കും. ദൈവത്തിൻ്റെ സമയം ആദരിക്കുക. ഹബക്കൂക്ക് 2:3. ദർശനം ഇനിയും ഒരു നിശ്ചിത കാലത്തേക്കുള്ളത്. അത് അന്ത്യകാലത്തെ നിർദ്ദേശിക്കുന്നു. അത് ഭോഷ്കലല്ല. അതിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ കാത്തിരിക്ക. അത് അവശ്യം വരും, വൈകുകയുമില്ല. ദൈവം ഒരിക്കലും വൈകുന്നില്ല. അവൻ കൃത്യസമയത്ത് വരുന്നു. ദൈവത്തിൻ്റെ സമയത്തിൽ ക്ഷമയോടെ കാത്തിരിക്കുക. വിശ്വാസത്തിൽ ഒരു ചുവട് മുന്നോട്ടെടുക്കുക. ഇസ്രായേൽ ചെങ്കടൽ കടക്കേണ്ടിയിരുന്നു. വെള്ളം കണ്ടു, ഭയന്നു. എന്നാൽ ദൈവം പറഞ്ഞു, മുന്നോട്ട് നടക്കൂ. ആദ്യ ചുവട് ജലത്തിലിട്ടപ്പോൾ ജലം മാറി, കടൽ പിളർന്നു. ഒരു ചുവട് മുന്നോട്ടെടുക്കുക. ദൈവം ബാക്കി ചെയ്യും. പ്രതീക്ഷ കൈവിടരുത്. എബ്രായർ 10:23. വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാകൊണ്ട് നാം നമ്മുടെ പ്രത്യാശ സ്വീകാര്യതയോടെ ഉറക്കെ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കണം. പ്രതീക്ഷ കൈവിടരുത്. ദൈവം വാഗ്ദാനങ്ങൾ ഓർക്കുന്നു. ദൈവം നിങ്ങൾക്കായി ഒരു വാതിൽ തുറക്കും. ദൈവത്തിനുള്ള ശരിയായ കതകിൽ മുട്ടുക. ദൈവം ചിലപ്പോൾ ഒരു വാതിൽ അടയ്ക്കുന്നത് മറ്റൊരു വാതിൽ തുറക്കാൻ വേണ്ടിയാണ്. ഒരു ജോലി നഷ്ടപ്പെടുന്നത് മറ്റൊരു ജോലിയിലേക്കുള്ള വഴിയാകാം. ദൈവം ഏതു വഴിയിൽ നടത്തിയാലും അത് ഉത്തമമാണ്. ദൈവം അടഞ്ഞ വാതിൽ തുറക്കുമ്പോൾ, ദൈവം ഒരു വാതിൽ തുറക്കുമ്പോൾ ആർക്കും അടയ്ക്കാൻ കഴിയില്ല. ദൈവം ഒരു വാതിൽ അടയ്ക്കുമ്പോൾ ആർക്കും തുറക്കാൻ കഴിയില്ല. ദൈവം തുറക്കുന്ന വാതിൽ ആരും തടയുന്നില്ല, ആരും അടയ്ക്കുന്നില്ല, ആരും എടുക്കുന്നില്ല, ആരും നശിപ്പിക്കുന്നില്ല. ദൈവം തുറക്കുന്നത് ആർക്കും അടയ്ക്കാൻ കഴിയില്ല. ഇന്നത്തെ പ്രവചന സന്ദേശം. പ്രിയപ്പെട്ടവരെ, ദൈവം ഇന്ന് നിങ്ങളോട് പറയുന്നു, എന്റെ പ്രിയ കുഞ്ഞെ, ഞാൻ കാണുന്നു, നീ ഒരടഞ്ഞ വാതിലിന്റെ മുന്നിൽ നിൽക്കുന്നു. ഒരുപക്ഷെ വർഷങ്ങളായി, ഒരുപക്ഷെ ദശകങ്ങളായി. നീ മുട്ടി, ഉത്തരമില്ല. നീ കരഞ്ഞു, തുറന്നില്ല. നീ ക്ഷീണിച്ചു, ഇനി ശ്രമിക്കരുതെന്ന് തോന്നുന്നു. എന്നാൽ ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു, ആ വാതിൽ ഞാൻ തുറക്കുന്നു. ഇപ്പോൾ, ഈ നിമിഷം. ഞാൻ ദിവ്യദൈവമാണ്. ഞാൻ നടക്കാൻ പറഞ്ഞ ദൈവമാണ്. ഞാൻ ആകാശമേഘങ്ങളെ നിയന്ത്രിക്കുന്ന ദൈവമാണ്. ഞാൻ ചെങ്കടൽ പിളർത്തിയ ദൈവമാണ്.
ഞാൻ യെരീഹോ മതിൽ ഇടിച്ചിട്ട ദൈവമാണ്. ഞാൻ ജയിൽ വാതിലുകൾ തകർത്ത ദൈവമാണ്. ഇന്ന് ഞാൻ നിന്റെ ജോലിയുടെ വാതിൽ തുറക്കുന്നു, നിന്റെ ബിസിനസ്സിന്റെ വാതിൽ തുറക്കുന്നു, നിന്റെ ആരോഗ്യത്തിന്റെ വാതിൽ തുറക്കുന്നു, നിന്റെ വിവാഹത്തിന്റെ വാതിൽ തുറക്കുന്നു, നിന്റെ കുടുംബ ഐക്യത്തിന്റെ വാതിൽ തുറക്കുന്നു, നിന്റെ ശുശ്രൂഷയുടെ വാതിൽ തുറക്കുന്നു, നിന്റെ ഭാവിയുടെ വാതിൽ തുറക്കുന്നു. ഈ വാതിലുകൾ ആർക്കും അടയ്ക്കാൻ കഴിയില്ല. ശത്രുവിന് കഴിയില്ല, ദുഷ്ടതയ്ക്ക് കഴിയില്ല, ഭൂതകാലം കഴിയില്ല, നിരാശ കഴിയില്ല. ഞാൻ തുറക്കുമ്പോൾ ആരും അടയ്ക്കുന്നില്ല. ഒരു ചുവട് മുന്നോട്ട് നടക്കൂ, ആ വാതിൽ കടന്ന് ഉള്ളിലേക്ക് കടക്കൂ. ഞാൻ നിനക്കായി ഒരുക്കിയ ഭൂമി സ്വീകരിക്കൂ. ഇതെന്റെ വചനമാണ്, ഇതെന്റെ വാഗ്ദാനമാണ്. ഇത് സംഭവിക്കും. നീ വിശ്വസിക്കുന്നുവോ? നിന്റെ വാതിൽ തുറക്കുന്ന നിന്റെ ദൈവം. വെളിപാട് 3:8. ഇതാ, ഞാൻ നിന്റെ മുൻപിൽ ഒരു തുറന്ന വാതിൽ വെച്ചിരിക്കുന്നു, അതാർക്കും അടയ്ക്കുവാൻ കഴിയുകയില്ല. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ: നിങ്ങളുടെ അടഞ്ഞ വാതിലുകൾ ദൈവത്തിന് നൽകുക. ദൈവമേ, ഇത് ഞാൻ കാത്തിരിക്കുന്ന വാതിൽ, ഇതങ്ങേ കേൾപ്പിക്കുന്നു, അങ്ങ് തുറക്കണം. ദൈവത്തിൽ ആദ്യം ആശ്രയം. ഇന്ന് ദൈവത്തോടൊപ്പം ചെലവഴിക്കുക. ജോലി, ബിസിനസ്, ബന്ധം ഒക്കെ ദൈവത്തിന് ശേഷം. ഒരു ചുവട് വിശ്വാസത്തിൽ. ഒരു ചെറിയ കാര്യം ചെയ്യുക, ഒരു അപേക്ഷ അയയ്ക്കുക, ഒരു ഫോൺ കോൾ ചെയ്യുക, ഒരു കൂടിക്കാഴ്ച ആവശ്യപ്പെടുക. ദൈവം ആ ഒരൊന്നിൽ ഒരു വാതിൽ തുറക്കാം. വെളിപാട് 3:8 ഓർക്കുക. ഇതാ, ഞാൻ നിന്റെ മുൻപിൽ ഒരു തുറന്ന വാതിൽ വെച്ചിരിക്കുന്നു. ഈ വചനം ദിനംപ്രതി പ്രഖ്യാപിക്കുക. ക്ഷമയോടെ കാത്തിരിക്കുക. ദൈവത്തിന്റെ സമയം കൃത്യമാണ്, വൈകുന്നില്ല. ഒരൊന്നിനും തടയാൻ കഴിയില്ല. ദൈവത്തെ സ്തുതിക്കുക. വാതിൽ തുറക്കപ്പെടുന്നതിന് മുമ്പേ വിശ്വാസത്തിൽ ദൈവത്തെ സ്തുതിക്കുക. ദൈവമേ, ഇനി തുറക്കുന്ന വാതിലിനിപ്പോഴേ നന്ദി. അവസാന പ്രാർത്ഥനയും അനുഗ്രഹവും. വഴിയുണ്ടാക്കുന്ന ദൈവമേ, വാതിലുകൾ തുറക്കുന്ന ദൈവമേ, ഇന്നത്തെ ഈ സന്ദേശം കേട്ട എല്ലാവർക്കും അങ്ങ് തുറന്ന വാതിൽ നൽകണമേ. ജോലി ആവശ്യപ്പെടുന്നവർക്ക് ശരിയായ ജോലിയുടെ വാതിൽ തുറക്കണമേ. ശരിയായ ബന്ധങ്ങൾ നൽകണമേ. ശരിയായ അവസരം കൊണ്ടുവരണമേ. ബിസിനസ് ആഗ്രഹിക്കുന്നവർക്ക് ശരിയായ നിക്ഷേപകരെ അയക്കണമേ. ശരിയായ ഉപഭോക്താക്കളെ കൊണ്ടുവരണമേ. ശരിയായ ആശയങ്ങൾ നൽകണമേ. ജീവിത പങ്കാളിക്കായി കാത്തിരിക്കുന്നവർക്ക് ശരിയായ സമയത്ത് ശരിയായ ആളെ കൊണ്ടുവരണമേ. ഹൃദയം ആദ്യം തയ്യാറാക്കണമേ. വിവാഹവാതിൽ തുറക്കണമേ. രോഗമനുഭവിക്കുന്നവർക്ക് സൗഖ്യത്തിന്റെ വാതിൽ തുറക്കണമേ. ശരിയായ ഡോക്ടറെ, ചികിത്സ, മരുന്ന് കൊണ്ടുവരണമേ. അത്ഭുതകരമായ സൗഖ്യം നൽകണമേ. ശുശ്രൂഷ ആഗ്രഹിക്കുന്നവർക്ക് ശുശ്രൂഷയുടെ വാതിൽ തുറക്കണമേ. ശരിയായ ആളുകളെ, ശരിയായ വഴി, ശരിയായ സമയം നൽകണമേ. ഇന്നു മുതൽ എല്ലാ അടഞ്ഞ വാതിലുകളും തുറക്കട്ടെ. ദൈവം തുറക്കുന്ന ആ വാതിൽ ആർക്കും അടയ്ക്കാൻ കഴിയാതിരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ ശക്തമായ, കൃത്യസമയത്ത് പ്രവർത്തിക്കുന്ന, വഴിയുണ്ടാക്കുന്ന നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. വെളിപാട് 3:8. ഇതാ, ഞാൻ നിന്റെ മുൻപിൽ ഒരു തുറന്ന വാതിൽ വെച്ചിരിക്കുന്നു, അതാർക്കും അടയ്ക്കുവാൻ കഴിയുകയില്ല. യെശയ്യാവ് 43:19. ഇതാ, ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു. ഞാൻ മരുഭൂമിയിലൊരു വഴിയും നിർജ്ജനപ്രദേശത്തു നദികളുമുണ്ടാക്കും. സദൃശ്യവാക്യങ്ങൾ 3:6. നിന്റെ എല്ലാ വഴികളിലും അവന് നിനയ്ക്ക, അവൻ നിന്റെ പാതകളെ നേർപ്പെടുത്തും. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഓർക്കൂ, ദൈവം വാതിലുകൾ തുറക്കുന്ന ദൈവമാണ്. നിങ്ങൾ ഇന്ന് ഏതടഞ്ഞ വാതിലിന്റെ മുന്നിൽ നിൽക്കുകയാണോ, ദൈവം അത് തുറക്കും. അവൻ ചെങ്കടൽ പിളർന്നു. അവൻ യെരീഹോ മതിൽ ഇടിച്ചിട്ടു. അവൻ ജയിൽ വാതിൽ തുറന്നു. അവൻ നിങ്ങളുടെ വാതിൽ കൂടി തുറക്കും. ദൈവം തുറക്കുമ്പോൾ ആരും അടയ്ക്കുന്നില്ല. ദൈവം വഴിയുണ്ടാക്കുമ്പോൾ ആരും തടയുന്നില്ല. ദൈവം അനുഗ്രഹിക്കുമ്പോൾ ആരും നഷ്ടപ്പെടുത്തുന്നില്ല. ദൈവം നിങ്ങളുടെ വാതിൽ ഇന്ന് തുറക്കുന്നു. നാളെ വീണ്ടും കാണാം മറ്റൊരനുഗ്രഹത്തോടെ. അതുവരെ ചോദിക്കൂ, അന്വേഷിക്കൂ, മുട്ടൂ, ദൈവം തുറക്കും. ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വാതിൽ നിങ്ങൾക്കായി തുറക്കപ്പെടുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.